നമസ്കാരം. ഒരു മഹാപ്രസ്ഥാനത്തിന്റെ പൈതൃകവും പാരമ്പര്യവും എത്ര അഭിമാനാർഹമാണ് എന്നതും ഇന്ന് ആ സംഘടന എവിടെ എത്തി നിൽക്കുന്നു, അതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ നിലപാടുകൾ എങ്ങനെയാണ് ആ സംഘടനയെ തകർത്ത് തരിപ്പണമാക്കിയത് എന്നതിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുകയാണ്. ഈ ആമുഖത്തോടുകൂടി ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി. NSS എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും മുൻനിർത്തി ഇന്നത്തെ നേതൃത്വത്തെ കടന്നാക്രമിച്ചുകൊണ്ട് പ്രചരിക്കുന്ന വീഡിയോയിലെ വാദങ്ങൾ ഒറ്റ നോട്ടത്തിൽ മനോഹരമായി തോന്നാം. കാരണം അത്രമാത്രം ശബ്ദവിന്യാസം, വെളിച്ചവിന്യാസം ഒക്കെ ക്രമീകരിച്ച് വളരെ പ്രൊഫഷണലായിട്ടാണ് ആ വീഡിയോ തയ്യാറാക്കിയത്. അതിൽ പറയുന്ന ഭൂരിഭാഗം കാര്യങ്ങളും ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ അറിയാതെയോ വർത്തമാന കാല സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെയോ പറയുന്നതാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം മഹാനായ മന്നം NSS രൂപീകരിക്കുന്ന സമയത്ത് അന്നത്തെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യവും അല്ല ഇന്നത്തേതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. വർത്തമാന കാലഘട്ടത്തെ രാഷ്ട്രീയ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ വ്യത്യസ്തമാണ്. മന്നം NSS ആരംഭിക്കുന്നത് രാജഭരണകാലത്താണ്. അദ്ദേഹം ധാരാളം സഞ്ചരിച്ചുകൊണ്ട് വ്യക്തികളുടെ കയ്യിൽ നിന്ന് എന്നതിനേക്കാൾ കൂടുതലായി രാജഭരണകാലത്ത് ധാരാളം തോട്ടങ്ങൾ അദ്ദേഹം സമ്പാദിച്ചെടുത്തിരുന്നു. അത് അന്നത്തെ രാഷ്ട്രീയ സംവിധാനത്തിൽ നിന്ന് അദ്ദേഹം നേടിയെടുത്തതാണ്. നിരന്തരമായ പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ട്, അത് നമ്മൾ വിസ്മരിക്കരുത്. അതിനുശേഷം സ്വാതന്ത്ര്യാനന്തര കാലഘട്ടം ഐക്യകേരളം രൂപീകരിക്കുന്നതിന് മുമ്പായി അന്നത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റിൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്തെ അവരുടെ നയം സമുദായങ്ങൾക്കും സഭകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ പ്രേരിപ്പിക്കുന്നതായിരുന്നു. അതിനെ സമർത്ഥമായി അദ്ദേഹം ഉപയോഗിച്ചു. NSSന് കിട്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം വ്യക്തികളിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നും ഒക്കെ സ്ഥലം പാട്ടത്തിനും അല്ലാതെയും വിലയ്ക്കും ദാനമായും ഒക്കെ വാങ്ങി ആ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ മറ്റ് ഇതര സമുദായങ്ങളൊക്കെ ചിന്തിക്കുന്നതിനേക്കാൾ ഒരു പടി കൂടെ കടന്ന് ചിന്തിച്ച് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി അദ്ദേഹം പടുത്തുയർത്തിയ ധാരാളം സ്ഥാപനങ്ങൾ ഈ വീഡിയോയിൽ പ്രചരിപ്പിക്കുന്നത് പോലെ ഓരോ വർഷവും അദ്ദേഹം പുതിയ പുതിയ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി എന്നുള്ള കാര്യം ഏതൊരാൾക്കും അറിയാവുന്നതാണ്. പക്ഷെ ആ വീഡിയോയിലെ വാദം അതാണ്. അതായത് 1947 മുതൽ 70 കാലഘട്ടം വരെ മന്നത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയ പുതിയ സ്ഥാപനങ്ങൾ പോലെ NSS പിന്നീട് 2011 മുതൽ സ്ഥാപനങ്ങളൊന്നും ആരംഭിക്കുന്നില്ല എന്നുള്ളതാണ് ആ വീഡിയോ സമർത്ഥിക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ സാമാന്യേന കരോഗമായോ അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യങ്ങളെ കുറിച്ച് അപഗ്രഥിക്കാത്ത ഒരാളോ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ വാദത്തെ പിന്തുണയ്ക്കും. ആ വീഡിയോകൾ ഷെയർ ചെയ്യപ്പെടും. കൂടുതൽ ആൾക്കാരോട് ആ വീഡിയോയുടെ കണ്ടന്റ് അനുസരിച്ച് NSS ഒരിക്കലും നന്നാകില്ല എന്ന തരത്തിൽ തങ്ങളുടെ അഭിപ്രായം മറ്റുള്ളവരോട് പറയുകയും ചെയ്യും. ഇതാണ് സംഭവിക്കുന്നത്. വർത്തമാന കാലഘട്ടം അതാണോ? അന്നത്തെ സർക്കാർ, അന്നത്തെ രാജഭരണകാലം, അന്നത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റ്, ആ രാഷ്ട്രീയ സാഹചര്യത്തിലുള്ള വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് ധാരാളം സ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ സമുദായ സംഘടനകളെയും സൊസൈറ്റികളെയും സ്വതന്ത്ര സംഘടനകളെയും വ്യക്തികളെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. എയ്ഡഡ് അംഗീകാരം കൊടുക്കുന്നതിന് യാതൊരു പ്രയാസവുമില്ലാത്ത രീതിയിലേക്കായിരുന്നു അന്ന് നിലപാടുകൾ. അതിനെ ഫലപ്രദമായി മന്നം സംശീകരിച്ചു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് കേരളം ആഗ്രഹിക്കുന്ന തരത്തിൽ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയത്തിന് മാറ്റം വന്നു. അവർ എയ്ഡഡ് എന്നുള്ളത് മാറ്റി സ്വാശ്രയം എന്ന പുതിയ വിദ്യാഭ്യാസ നയത്തിലേക്ക് വന്നു എന്നുള്ളത് നമുക്കൊക്കെ അറിവുള്ളതാണല്ലോ. ഈ സ്വാശ്രയ വിദ്യാഭ്യാസ നയം വന്ന കാലഘട്ടത്തിൽ NSS പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങിയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളതാണ് സത്യം. ഹെഡ് ഓഫീസിൻ്റെ നയം എന്താണ്? ആചാര്യൻ്റെ നയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. കാരണം വിദ്യാഭ്യാസത്തെ കച്ചവടമാക്കുവാൻ ആചാര്യൻ ഒരിക്കലും ശ്രമിച്ചിരുന്നില്ല. ആ പാത പിന്തുടർന്ന്
നായർ സർവീസ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസും അത്തരത്തിൽ തന്നെയാണ് ചിന്തിക്കുന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. കൂടുതൽ സ്വാശ്രയ സ്ഥാപനങ്ങൾ ആരംഭിക്കുവാൻ NSS ഹെഡ് ഓഫീസ് താല്പര്യപ്പെടുന്നില്ല. കാരണം 100% അത് കച്ചവടവൽക്കരിച്ചു എങ്കിൽ മാത്രമേ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കൊണ്ടു നടക്കാൻ കഴിയൂ എന്ന് നേതൃത്വത്തിന് അറിയാം. എന്നാൽ ഹെഡ് ഓഫീസിൻ്റെ നയം ഇതാണെങ്കിൽ പോലും ഹെഡ് ഓഫീസിന് അനുബന്ധമായി വരുന്നിട്ടുള്ള യൂണിയനോ കരയോഗങ്ങളോടോ ഏതാണ്ട് 5000-ന് മുകളിൽ 6000-നോട് അടുത്ത് വരുന്ന കരയോഗങ്ങളോടോ ഒരിക്കലും NSS ഹെഡ് ഓഫീസ് ആവശ്യപ്പെട്ടിട്ടില്ല നിങ്ങളൊരു സ്വാശ്രയ സ്ഥാപനം നടത്തേണ്ടതില്ല എന്ന്. കേരളത്തിലെ 60ഓളം താലൂക്ക് യൂണിയനുകളിലെ സ്ഥിതിവിവര കണക്കുകൾ എൻ്റെ പക്കലില്ല എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ ഞാൻ അംഗമായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ കരയോഗം പ്രതിനിധാനം ചെയ്യുന്ന പത്തനംതിട്ട താലൂക്ക് യൂണിയന് സ്വാശ്രയ നയം സംസ്ഥാന സർക്കാർ രൂപീകരിച്ച വേളയിൽ തന്നെ പത്തനംതിട്ട താലൂക്ക് യൂണിയൻ ഒരു സ്വാശ്രയ കോളേജ് ആരംഭിച്ച ചരിത്രവും അതിപ്പോൾ വർത്തമാന കാലഘട്ടത്തിൽ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു എന്നുള്ള കാര്യവും എനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അതിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ അന്നത്തെ യൂണിയൻ ഭാരവാഹികൾ വളരെയേറെ പ്രയാസങ്ങൾ നേരിട്ടിരുന്നു. അതിനെയൊക്കെ തരണം ചെയ്ത് നായർ സർവീസ് സൊസൈറ്റിയുടെ ഹെഡ് ഓഫീസിൻ്റെ ഒക്കെ പിന്തുണയോടുകൂടി ഇന്ന് ആ കോളേജിൽ നിന്ന് ഒരു റാങ്കുകൾ ആ കോളേജിൽ നിന്ന് ലഭിക്കുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കോളേജായി അത് NSSന് അഭിമാന സ്തംഭമായി പത്തനംതിട്ട താലൂക്ക് യൂണിയൻ്റെ കീഴിൽ കോന്നിയിൽ ആ കോളേജ് പ്രവർത്തിച്ചു വരുന്നു. വിമർശകരാരും ഇതിനെ കണക്കിലെടുക്കുന്നതേയില്ല. NSS സ്ഥാപനങ്ങൾ തുടങ്ങിയോ, കച്ചവട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയോ? കാരണം എയ്ഡഡ് സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ ഇന്ന് രാജ്യം ഭരിക്കുന്ന കേരളം ഭരിക്കുന്ന സർക്കാരുകൾ തത്വത്തിൽ അംഗീകാരം കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ ആരംഭിക്കേണ്ടത് കച്ചവട സ്ഥാപനങ്ങളാണ്, സ്വാശ്രയ സ്ഥാപനങ്ങളാണ്. അപ്പോൾ ചോദ്യം ഇതാണ്, NSS കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങിയോ? ഇല്ല. എന്നാൽ NSSൻ്റെ അനുബന്ധ ഘടകങ്ങളോട് നിങ്ങൾ ഇത് തുടങ്ങുവാനേ പാടില്ല എന്ന് NSS ആവശ്യപ്പെട്ടോ? 60 താലൂക്ക് യൂണിയനുകളിലും ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ ഒരു പ്രതിബന്ധവുമില്ല. തുടങ്ങാനുള്ള ശേഷിയും ധനവും അത് നടത്തിക്കൊണ്ടു പോകാൻ പ്രാപ്തിയും ഉള്ളവരാണ് അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, നിരവധി കരയോഗങ്ങൾക്ക് സ്വാശ്രയ സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. അതിൻ്റെ കൃത്യമായ സ്ഥിതിവിവര കണക്കുകൾ ഇപ്പോൾ എനിക്ക് നൽകുവാൻ കഴിയില്ല. ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്നവർ അറിയാവുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വിമർശന വീഡിയോ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ കൃത്യമായ വർത്തമാനകാല യാഥാർത്ഥ്യം, സാമൂഹ്യ രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ വീഡിയോ കാണുന്നവർ തീർച്ചയായും ആ വിമർശനത്തിന് അനുകൂലമായി പ്രതികരിക്കും. എന്നാൽ അതല്ല സാഹചര്യം എന്നുള്ളതും താഴെ തട്ടിൽ ഒരു കരയോഗങ്ങൾക്ക് പോലും സ്വാശ്രയ സ്ഥാപനങ്ങൾ ഇപ്പോൾ ചോദിക്കും, കരയോഗങ്ങൾ ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങുവാൻ കഴിയുമോ? മഹാനായ മന്നത്തിൻ്റെ പരിശ്രമത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും ഒക്കെ വാചാലമാകുന്ന വീഡിയോകളാണല്ലോ പ്രചരിപ്പിക്കുന്നത്. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം? അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം നായർ സർവീസ് സൊസൈറ്റി എന്ന വലിയ പ്രസ്ഥാനം, അതിൻ്റെ ഏറ്റവും മുകളിലിരിക്കുന്ന ഹെഡ് ഓഫീസ്, അത് സമ്പൂർണമായും സ്വാശ്രയത്വത്തിൽ പ്രവർത്തിക്കണം. അതിൻ്റെ താഴെ വരുന്ന അനുബന്ധ ഘടകങ്ങളായ യൂണിയൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ വ്യവസായ സ്ഥാപനങ്ങളോ ആരംഭിച്ച് സ്വാശ്രയത്വത്തിലേക്ക് വരണം. അതിന് താഴെയുള്ള കരയോഗങ്ങൾ, ഓരോ കരയോഗവും 100, 200, 500 അംഗങ്ങളുള്ള കുടുംബങ്ങൾ, അവരും ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ ആരംഭിച്ച് സ്വാശ്രയത്വത്തിലേക്ക് എത്തിച്ചേരണം. അപ്പോൾ മന്നത്തിനെ കോട്ട് ചെയ്യുന്നവർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ അന്തസ്സത്തെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് NSS ഹെഡ് ഓഫീസ് എന്ത് രൂപീകരിച്ചു, NSS ഹെഡ് ഓഫീസ് എന്ത് ചെയ്തു? NSS ഹെഡ് ഓഫീസ് ചെയ്യുന്ന മാതൃകാപരമായ കാര്യങ്ങൾ, അവർ ഉള്ള സംവിധാനങ്ങളെ അവരുടെ പരിമിതമായ സാമ്പത്തിക വരവിൽ നിന്നുകൊണ്ട്, അതായത് ഈ വീഡിയോയിൽ വിമർശിക്കുന്നുണ്ട് കൃത്യമായി മെയിൻ്റനൻസ് കിട്ടുന്നില്ല, എല്ലാ സ്ഥാപനങ്ങളും നശിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളില്ല. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ പഠിച്ച കോളേജ് കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജാണ്. ഈ കഴിഞ്ഞ ദിവസം അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയോട് ഞാൻ ചോദിച്ചു,
ഡിഗ്രിക്ക് നിങ്ങളുടെ കൂടെ എത്ര കുട്ടികൾ ആ കോളേജിൽ പഠിക്കുന്നുണ്ട് എന്നുള്ളത്. 7 കുട്ടികളാണ് പഠിക്കുന്നത്, 7 കുട്ടികൾ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഡിഗ്രി കെമിസ്ട്രിക്കാണ് 7 കുട്ടികൾ. കെമിസ്ട്രിക്ക് ഒരു സീറ്റ് കിട്ടാൻ കഴിയില്ലായിരുന്നു. അതുപോലാണ് 20-30 സീറ്റുകളാണ് അല്ലെ 40 സീറ്റുകളാണ് ആ കോളേജിൽ ഉള്ളത് എങ്കിൽ ആയിരക്കണക്കിന് അപേക്ഷകരാണ് ആ സീറ്റിലേക്ക് വരുന്നത്. ഇന്ന് അവിടെ പഠിക്കുവാൻ 7 കുട്ടികളാണ് ഉള്ളതെന്നുള്ളത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒരു കാലത്ത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന കോഴ്സുകളിൽ ഒന്നാണ്. ഇതാണ് സാഹചര്യം. ഈ സാഹചര്യത്തെയൊക്കെ നമ്മൾ മറക്കുന്നു. വീഡിയോകളൊന്നും അതിനെക്കുറിച്ചൊന്നും പ്രതിപാദിക്കുന്നില്ല. NSSന്റെ സ്ഥാപനങ്ങളിൽ കുട്ടികളില്ല, BEdന് കുട്ടികളില്ല. അതേപോലെ തന്നെ അധ്യാപകർ പിരിവെടുത്ത് കുട്ടികളെ കൊണ്ടുവരുന്നു, അല്ലെ പിരിവ് നൽകേണ്ട സ്ഥിതി വരുന്നു. എൻ്റെ ബന്ധുക്കളായിട്ടുള്ളവർ നിരവധി എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. NSSലല്ല കേട്ടോ, എൻ്റെ ഫാമിലിയിൽപ്പെട്ടവർ പോലും, എൻ്റെ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ പോലും എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ്. NSSലല്ല. അത് പറഞ്ഞാലും ഇനി കമൻ്റ് ഇടണ്ട. അവരുടെയൊക്കെ സാഹചര്യം എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഒരു മാസം 10,000-കണക്കിന് രൂപയാണ് ടീച്ചർമാരായിട്ടുള്ള ഇവർ അവരുടെ സ്ഥാപനങ്ങളെ കുട്ടികളെ വരുത്തുവാനും ആ ഡിവിഷൻ നിലനിർത്തുവാനും ചെലവഴിക്കുന്നത്. എത്രയോ സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട്. NSSന്റെ മാത്രമല്ല, കുട്ടികളില്ലാതെ CBSE സിലബസിലേക്ക് കുട്ടികളെ വിടാൻ വെമ്പൽ കൊള്ളുന്ന നായന്മാരായിട്ടുള്ള നമ്മുടെ കുട്ടികളെയും നമ്മൾ CBSE സ്കൂളുകളിലേക്കാണ് വിടുന്ന സാഹചര്യം ഉള്ളപ്പോൾ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ കുട്ടികളില്ലാത്ത അവസ്ഥയാണ്. അല്ലാതെ NSSന് മാത്രം ഉണ്ടായ ഒരു പ്രതിസന്ധിയല്ല. പല സ്കൂളുകളുടെയും ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ പ്രചരിപ്പിക്കുകയാണ്. ഇതാണ് അവസ്ഥ, ഓഡിറ്റോറിയം തകർന്നു കിടക്കുന്നു, പഠിക്കാൻ കുട്ടികളില്ല. സാഹചര്യം NSS മാനേജ്മെൻറ്റിന് മാത്രമല്ല, എല്ലാ മാനേജ്മെൻറ്റുകളും ഈ സാഹചര്യം നേരിടുന്നു. ചില പ്രദേശത്ത് നല്ല കുട്ടികളുണ്ട്, അവിടെ NSSനും ചില പ്രദേശത്ത് നല്ല ഡിവിഷനുകളുള്ള സ്കൂളുകളുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. സർക്കാർ ഒരു വർഷം ഒരു കുട്ടിക്ക് എനിക്ക് തോന്നുന്നു 50-55 രൂപയാണ് മെയിൻ്റനൻസ് ഗ്രാൻഡായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു സ്കൂളിൽ ചിലപ്പോൾ 100-150 കുട്ടികളുണ്ടെങ്കിൽ കൃത്യമായ കണക്ക് ഞാൻ അന്വേഷിച്ച് കമൻ്റായി രേഖപ്പെടുത്താം. 50 അല്ല 60 രൂപയാണ് ഒരു വർഷം ഒരു കുട്ടിക്ക് മെയിൻ്റനൻസ് ഗ്രാൻഡായിട്ട് സർക്കാർ നൽകുന്നത്. ബാക്കി ആ മാനേജ്മെൻറ്റ് നിർവഹിക്കണം. 5 വർഷം കൂടുമ്പോഴോ 6 വർഷം കൂടുമ്പോഴോ 1-2 നിയമനങ്ങൾ നടന്നു. NSSനെ പോലെ വളരെ കുറച്ച് സംഭാവന വാങ്ങുന്ന മാനേജ്മെൻറ്റുകൾ ആ സംഭാവന വെച്ചിട്ട് നമുക്ക് കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നും പെയിൻ്റ് അടിക്കാനേ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ റൂഫൊന്ന് മെയിൻ്റനൻസ് ചെയ്യാനേ പറ്റുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിമർശനമാണെങ്കിൽ നമ്മളതിനെ 2 കൈയും നീട്ടി സ്വീകരിക്കും. ഇനി നമ്മൾ വിസ്മരിച്ചു പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ കാലഘട്ടത്തിൽ മന്നം ആരംഭിച്ച നിരവധി സ്ഥാപനങ്ങൾ പൂട്ടാൻ തുടങ്ങുന്നു എന്നാണ് വാദമെങ്കിൽ, മന്നത്തിൻ്റെ കാലഘട്ടത്തിലും പ്രായോഗികമല്ലാത്തതും ലാഭകരമല്ലാത്തതുമായ പല പ്രസ്ഥാനങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുവരെ ഏതൊരു സംഘടനയുടെയും വളർച്ചയുടെ ഭാഗമാണ്. 90% കാര്യങ്ങളും പ്രസ്ഥാനങ്ങളും വിജയിച്ചേക്കാം. ഒരു 10% ചിലപ്പോൾ ആ വളർച്ചയുടെ ഭാഗമായി പ്രായോഗികമല്ലാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റി പുതിയതിലേക്ക് മാറുക എന്നുള്ളത് അത് ഏതൊരു സംഘടനയുടെയും വളർച്ചയോടൊപ്പം ഉണ്ടാകാറുള്ളതാണ്. അന്നത്തിൻ്റെ കാലഘട്ടത്തിലും അദ്ദേഹം ഉണ്ടാക്കിയ ചെറുകിട ഫാക്ടറികൾ, നെയ്ത്തിശാലകൾ, ഇതൊക്കെ അദ്ദേഹം രൂപീകരിച്ചിട്ട് പിന്നീട് അത് ലാഭകരമല്ല എന്ന് കണ്ട് നിർത്തിയ സംഭവങ്ങൾ ഉണ്ട്. അപ്പം അതിനെ ഒന്നും ആരും പരിഗണിക്കാതെ, ഇന്നത്തെ ഇത്തരം രാഷ്ട്രീയ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ഒന്നും ഉൾക്കൊള്ളാതെ ആ പൂട്ടിപ്പോകാൻ സാധ്യതയുള്ള വിഷയങ്ങളെയൊക്കെ പർവ്വതീകരിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, നല്ല രീതിയിൽ തുടങ്ങിയ സ്ഥാപനങ്ങളെ ഒന്നും അവർ കണക്കിലെടുക്കാതിരിക്കുക. NSS യൂണിയൻ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങളെ ഒന്നും കണക്കിലെടുക്കുന്നില്ല. കാരണം അത് NSSന്റെ അല്ലെന്നുള്ള ധാരണയാണ്. അവസാനമായി ഈ വീഡിയോ കാണുന്നവരോടും മറ്റ് NSS വിമർശക വീഡിയോകൾ കാണുന്നവരോടുമായി പറയാനുള്ളത്, NSSനെ കുറെ കൂടി നിങ്ങൾ ഉൾക്കൊള്ളണം. ഈ ഹെഡ് ഓഫീസ് എല്ലാം നിർമ്മിച്ച് എല്ലാ അംഗങ്ങൾക്കും തരിക എന്നുള്ളതല്ല നായർ സർവീസ് സൊസൈറ്റിയുടെ ആചാര്യൻ വിഭാവനം ചെയ്ത NSS. നമ്മൾ സ്വയം സ്ഥാപനങ്ങൾ നടത്തുന്നവരാകണം, സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാകണം. ഇതാണ് ആചാര്യൻ അന്ന് NSS രൂപീകരിക്കുന്ന വേളയിൽ എല്ലാ അംഗങ്ങളോടും പറഞ്ഞിരുന്നത്. ഇതിന് സഹായകരമായ ഒരു കാര്യവും അവനവൻ്റെ കരയോഗത്തിൽ പോലും ചെയ്യുവാൻ താല്പര്യമില്ലാത്തവരാണ് ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിച്ച് NSS എന്തു ചെയ്തു എന്നുള്ള ചോദ്യവുമായി നമുക്ക് മുമ്പിലേക്ക് വരുന്നത്.
കരയോഗത്തെ വില കുറച്ച് കാണണ്ട. കരയോഗം NSSന്റെ ഭാഗമാണ്. ഒരു കരയോഗം വിചാരിച്ചാൽ നിരവധി സംരംഭങ്ങൾ ആരംഭിക്കാം. കാരണം 200-ഉം 500-ഉം അംഗങ്ങളുള്ളവരാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോയ്ക്ക് താഴെ ഏതോ ഒരു അംഗം എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത് പറയുകയുണ്ടായി, ഞങ്ങൾ ആ സംഘടനയുടെ ലേബലിൽ വീടുകൾ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. NSSന് ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് 2000-3000 വീടുകൾ വെച്ച് കൊടുക്കാം. അത് ഹെഡ് ഓഫീസ് അവിടുന്ന് ഗ്രാൻഡ് തന്നിട്ട് വീട് വെക്കാമെന്നുള്ളതല്ല ലക്ഷ്യമാക്കേണ്ടത്. ഒരു കരയോഗത്തിൽ ആ കരയോഗത്ത് അംഗത്തിന് വീടില്ല എങ്കിൽ 200-ഓ 300-ഓ അംഗങ്ങളുള്ള ആ കരയോഗത്തിൽ ഒരു 10 ലക്ഷം രൂപയുടെ വീട് ഒരു വർഷം വെച്ച് കൊടുക്കാൻ വളരെ എളുപ്പം കഴിയുമെന്നുള്ള വസ്തുത നമ്മൾ കണക്കിലെടുക്കുന്നില്ല. NSS ഹെഡ് ഓഫീസ് എന്ത് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. അതേപോലെയാണ് ഈ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ. NSS ഹെഡ് ഓഫീസ് ആരംഭിച്ചില്ല. പക്ഷേ നിങ്ങളുടെ കരയോഗങ്ങളിൽ നിങ്ങൾ ഇത്തരം പദ്ധതികൾ ആരംഭിക്കുവാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ഈ ചോദ്യം ചോദിച്ചിട്ട് വേണം ഇത്തരം വീഡിയോകൾ നിങ്ങൾ സമൂഹത്തിലേക്ക് ഷെയർ ചെയ്യുവാൻ. അവസാനമായി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞ ഒരു ഉദ്ധരണി കൂടെ ഇതിനോടൊപ്പം ചേർക്കുവാൻ ഉദ്ദേശിക്കുന്നു. ലോകത്തിൽ എന്തൊരു മാറ്റമാണോ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നത്, ആ മാറ്റം ആദ്യമായി നിങ്ങളിൽ തന്നെയാണ് ഉണ്ടാകേണ്ടത്. നമസ്കാരം.